മഴക്കാലത്ത് വ്യാപകമാകുന്ന രോഗങ്ങളെയാണ് മഴക്കാല രോഗങ്ങൾ എന്ന് പറയുന്നത്. മഴക്കാലത്ത് വെള്ളക്കെട്ടുകൾ, മാലിന്യം, കൊതുകുകളുടെ വളർച്ച എന്നിവ കാരണം പല രോഗങ്ങളും പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ മഴക്കാലത്ത് ശുചിത്വം, ജാഗ്രത, പ്രതിരോധ നടപടികൾ എന്നിവയെല്ലാം അത്യാവശ്യമാണ്. ഇതിനെ തുടർന്നുകൊണ്ട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരായ ഞങ്ങൾ മഴക്കാല രോഗങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്ന ലഘുലേഖകൾ സമൂഹത്തിൽ വിതരണം ചെയ്തു. കൂടാതെ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ പോസ്റ്ററുകൾ പൊതുസ്ഥലങ്ങളിൽ ഒട്ടിക്കുകയും ചെയ്തു. മഴക്കാല രോഗങ്ങളായ ഡെങ്കിപ്പനി, മലേറിയ, ജലജന്യ രോഗങ്ങൾ എന്നിവ ലളിതമായ മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ട് തടയാൻ കഴിയും. ആരോഗ്യം നിലനിർത്താൻ കൊതുകുകളുടെ പ്രജനന കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുക, കൊതുകുകളെ അകറ്റുന്ന മരുന്നുകൾ ഉപയോഗിക്കുക, സംരക്ഷണ വസ്ത്രങ്ങൾ ധരിക്കുക എന്നിവ അത്യാവശ്യമാണ്. തിളപ്പിച്ചതോ ഫിൽറ്റർ ചെയ്തതോ ആയ വെള്ളം കുടിക്കുന്നത് ജലജന്യ രോഗങ്ങളെ തടയാൻ സഹായിക്കും. അതേസമയം നല്ല ശുചിത്വം പാലിച്ചുകൊണ്ട് ദഹനനാളത്തിലെ അണുബാധയ്ക്കുള്ള സാധ്യത കുറയ്ക്കാം. എന്നിങ്ങനെ രോഗങ്ങളുടെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ രീതികൾ എന്നിവ ലഘുലേഖകളിൽ എടുത്തു കാണിച്ചു. ഈ വിലയേറിയ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മഴക്കാലത്ത് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാനും ആരോഗ്യത്തോടിരിക്കാനും സന്നദ്ധ പ്രവർത്തകർ പൊതുജനങ്ങളെ പ്രാപ്തരാക്കി. പൊതുജന ആരോഗ്യവും സമൂഹത്തിൽ ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സന്നദ്ധ പ്രവർത്തകരുടെ പ്രതിബദ്ധത ഈ സംരംഭം പ്രകടമാക്കി. മഴക്കാലത്തു നാം ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ: മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടാതെ ശരിയായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുക. വെള്ളം കെട്ടിനിൽക്കുന്ന പാടത്തും പറമ്പിലും പണിയെടുക്കുന്നവർ കയ്യുറയും കാലുറയും ധരിക്കുക. ശരീരത്തിലെ മുറിവുകളിൽ മലിനജലം പുരളാതെ സൂക്ഷിക്കുക. മൃഗപരിപാലനത്തിനു ശേഷം കൈകാലുകൾ സോപ്പ് ഉപയോഗിച്ച് നല്ലതുപോലെ കഴുകുക. വെള്ളക്കെട്ടുകൾ മണ്ണിട്ട് നികത്തുകയോ ഒഴുക്കിക്കളയുകയോ ചെയ്യുക. കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും പ്രതിരോധ ചികിത്സ നേരത്തെ തന്നെ സ്വീകരിക്കുക. എലി നശീകരണ പ്രവർത്തനം ഊർജിതമാക്കുക. ടയർ, ടിൻ, ചിരട്ട, കുപ്പി, ചെടിച്ചട്ടി, പ്ലാസ്റ്റിക് കവർ, പൊട്ടിയ പാത്രം തുടങ്ങിയവയിൽ വെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിക്കുക. മരപ്പൊത്തുകൾ മണ്ണിട്ട് മൂടുക. ടെറസ്, സൺഷെയ്ഡ് എന്നിവയിൽ കെട്ടി നിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുക. അടപ്പില്ലാത്ത വാട്ടർ ടാങ്കുകൾ, എയർ ഹോൾ എന്നിവ കൊതുകുവല കൊണ്ട് മൂടുക. റബ്ബർ തോട്ടത്തിലെ ചിരട്ടകൾ ഉപയോഗശേഷം കമിഴ്ത്തി വയ്ക്കുക. എല്ലാ ഞായറാഴ്ചയും വീട്ടിലും പരിസരത്തും കൊതുക് വളരുന്ന സാഹചര്യം ഒഴിവാക്കി ഡ്രൈ ഡേ ആചരിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. ഭക്ഷണ പദാർത്ഥങ്ങൾ ഈച്ച പറ്റാതെ അടച്ചു സൂക്ഷിക്കുക. തണുത്തതും പഴകിയതുമായ ആഹാര സാധനങ്ങൾ കഴിക്കാതിരിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറുടെ സേവനം പ്രയോജനപ്പെടുത്തുക. ഓർക്കുക, സ്വയം ചികിത്സ അപകടങ്ങൾ വരുത്തും. മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക് ഈഡിസ് ഈജിപ്തി കൊതുകുകൾ വഴി പകരുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. രോഗലക്ഷണങ്ങൾ: നല്ല പനി, കഠിനമായ തലവേദന, പേശികൾക്കും സന്ധികൾക്കും വേദന, ഓക്കാനം, ഛർദി, തൊലിക്കു പുറത്തെ ചുവന്ന പാടുകൾ എന്നിങ്ങനെയാണ് രോഗലക്ഷണങ്ങൾ. ചികിത്സയേക്കാൾ പ്രധാനമാണ് പ്രതിരോധം.